എൻ്റെ പേര് പ്രദീപ് എന്നാണ്. അപ്പം ഞാൻ ഇവിടെ ചൂയാറ്റുകോട്ട പാപ്പനംകോട് നിന്ന് മലയങ്ങി പോകുന്ന റൂട്ടിൽ ചൂയാറ്റുകോട്ട വിഴവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ വീടിന് റൂഫ് ചെയ്യണമെന്ന് കുറച്ച് കാലം കൊണ്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഒരു സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോഴത്തേക്കും റൂഫ് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരെ അതുമായിട്ട് ബന്ധപ്പെട്ടു, കുറച്ച് കോൺട്രാക്ടർമാരെ. അപ്പം പലരും വന്ന് നോക്കിയ ആൾക്കാർ പല റേറ്റും പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഒരു ബജറ്റിൽ അല്പം കൂടി നിൽക്കുന്ന ഒരു റേറ്റാണ് പലരും പറഞ്ഞത്. മൂന്നാമത് വിളിച്ച് കാണിച്ച കക്ഷി ഏകദേശം ഫിക്സ് ആയതായിരുന്നു. പുള്ളിയോട് ഞാനൊന്ന് റേറ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ, കുറച്ചെന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, വേറൊരാളെ കൂടെ നിങ്ങൾ വിളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്താ പറയുന്നത് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഗൂഗിൾ വഴി സെർച്ച് ചെയ്തിട്ട് കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചത്. അപ്പം അദ്ദേഹം വന്ന് സെയിം സ്പെസിഫിക്കേഷൻ മെറ്റീരിയൽസ് വെച്ചിട്ട് മറ്റേ കക്ഷി പറഞ്ഞതിനേക്കാളും ഒരു 25,000 കുറച്ചാണ് പുള്ളി കോട്ട് ചെയ്തത്. പിന്നെ പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ പുള്ളി ഇവിടെ വീട്ടിൽ വന്ന സമയത്ത് നമ്മുടെ SS റൂഫിങ്സിൻ്റെ കോൺട്രാക്ടറായ പ്രദീപ്, അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ അദ്ദേഹം ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫീൽഡിലൊക്കെ പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പുള്ളിക്ക് തന്നെ കോൺട്രാക്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ റൂഫിൻ്റെ പണി തുടങ്ങുമ്പോൾ തന്നെ പുള്ളിയോട് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചായിരുന്നു. റൂഫ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് സോളാർ വയ്ക്കാനുള്ള ഒരു പ്ലാൻ കൂടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഒരു റൂഫിൻ്റെ മേലിൽ തന്നെ ഒരു സോളാറിൻ്റെ ഫ്രെയിം വർക്ക് കൂടെ ചെയ്തു തരണമെന്ന് പുള്ളിയോട് ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. ഫ്രെയിം വർക്ക് മാത്രമല്ല, ആ സോളാർ എനിക്ക് പീരിയോഡിക്കലി എനിക്ക് അതിനൊന്ന് സർവീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ചെയ്തു തരണം. അതിനുള്ള ഒരു ഫ്രെയിം വർക്ക് ചെയ്തു തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. ആ വർക്കിൻ്റെ ഒരു പ്രോഗ്രസ്സൊക്കെ പുള്ളി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയത്.